നമസ്കാരം, വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. ബർത്തിമിയൂസിനെ പോലെ വിലപിച്ച് നാം കാഴ്ച നേടണമെന്ന് പാപ്പ. ലോക്ക്ഡൌണിൽ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ പീഡനത്തിന്റെ നൊമ്പരമറിയുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും പെരുകുന്നു. ജോൺ പോൾ രണ്ടാമനെ കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന വിവരങ്ങളുമായി പുതിയ ഡോക്യുമെന്ററി. നാം സ്വയം അകപ്പെട്ടുപോയ ലജ്ജാകരമായ അവസ്ഥകളോട് പ്രതികരിക്കാനാവുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളല്ല. ആ തിന്മയെ എതിർക്കുമ്പോഴാണ് വിശ്വാസത്തിലേക്ക്, പ്രത്യാശയിലേക്ക്, രക്ഷയിലേക്ക് മനുഷ്യൻ കടക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ഈ പാഠം ശ്രദ്ധിച്ചാലും. അപ്പസ്തോലിക കൊട്ടാരത്തിലെ ലൈബ്രറിയിൽ നടന്ന പൊതുകൂടിക്കാഴ്ചയിൽ മെയ് മാസത്തേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തി. ലോകമെമ്പാട് നിന്നുമുള്ള തൊഴിലാളികൾ അയച്ച സന്ദേശത്തെ പാപ്പ അംഗീകരിക്കുകയായിരുന്നു. ഈ പ്രതിസന്ധി എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ജനങ്ങളുടെ അന്തസ്സ് മാനിക്കപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ഈ തൊഴിലാളികളുടെയും ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാ തൊഴിലാളികളുടെയും അഭ്യർത്ഥനയോട് എൻ്റെ സ്വരവും ചേർക്കുന്നത്. മനുഷ്യാന്തസ്സും തൊഴിലും മുഖ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള അവസരമായി ഈ പ്രതിസന്ധി മാറട്ടെ. ബർത്തിമിയൂസിന് കാഴ്ച നൽകുന്നതിനെക്കുറിച്ചുള്ള പുതിയ വേദോപദേശ പാഠം ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ചു. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് വിലപിക്കുന്ന അന്ധയാചകൻ. ബർത്തിമിയൂസ് ദൃഢനിശ്ചയമുള്ള ഒരാളായിരുന്നു. അവനെ ചുറ്റുമുള്ളവർ നിശബ്ദനായിരിക്കുവാൻ ശകാരിച്ചു. നിലവിളിക്കുന്നത് ഒരു ഉത്തരം കിട്ടാത്ത കാര്യമാണെന്നും ശല്യമുണ്ടാക്കുന്ന അപസ്വരമാണെന്നും അവർ പറഞ്ഞു. ഒച്ചയുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടും അവൻ നിശബ്ദനായില്ല. ഒടുവിൽ അവന് വേണ്ടത് ലഭിച്ചു. Ma lui non è rimasto in silenzio e alla fine ha ottenuto quello che voleva. ബർത്തിമിയൂസിനെ പോലെ ദൃഢമായി പ്രാർത്ഥിക്കാൻ പാപ്പ പറഞ്ഞു. പ്രാർത്ഥനയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. La fede è protessa. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകാത്ത ലജ്ജാകരമായ അവസ്ഥ വന്നാൽ അതിനെ പ്രതിഷേധിക്കലാണ് വിശ്വാസം. നാം പരിചിതമായ ഒരു സാഹചര്യത്തിലേക്ക് സ്വയം ഒതുങ്ങുന്നതാണ് വിശ്വാസമില്ലായ്മ. രക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് വിശ്വാസം. നമ്മെ അടിച്ചമർത്തുന്ന തിന്മയെ സഹിക്കുന്നതാണ് അവിശ്വാസം. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തിന് അടിവരയിട്ടുകൊണ്ട് മാതാവിനോട് മധ്യസ്ഥം വയ്ക്കാൻ പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ചും മെയ് മാസം മാതാവിനായി സമർപ്പിച്ചിരിക്കുന്നതിനാൽ. ഉത്കണ്ഠകളിൽ നിന്നും മോചനം നേടാൻ ചില കുറുക്കുവഴികളുണ്ട്. ഒന്നാമത്തേത്, എന്നിൽ തന്നെ വിശ്വാസമർപ്പിക്കുക. ഒരു ഭാഗധേയമില്ലാതെ ലക്ഷ്യമറ്റ യാത്രയല്ല ഈ ജീവിതം. ഒരാൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ആ വഴി പറയുകയാണ് ഫ്രാൻസിസ് പാപ്പ. അപ്പസ്തോലിക കൊട്ടാരത്തിലെ ലൈബ്രറിയുടെ സ്വകാര്യതയിൽ എല്ലാ ഞായറാഴ്ചത്തെയും പതിവ് പോലെ പാപ്പ സ്വർലോകരാജ്ഞി പ്രാർത്ഥന നടത്തി. ഉത്കണ്ഠയോടെ പടവെട്ടാൻ 2 മാർഗങ്ങൾ പാപ്പ ഉപദേശിച്ചു. ഒന്നാമത്തേത്, എന്നിലും വിശ്വസിക്കുക. ഏറ്റവും വലിയ ഉത്കണ്ഠ, അസ്വസ്ഥത, നിരുത്സാഹപ്പെടലിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. തനിച്ചാണെന്നും ഭാവിയിൽ എന്താണ് ഉണ്ടാകുന്നതെന്നുമുള്ള നിരുത്സാഹം, പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ഉത്കണ്ഠ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. നമ്മുടെ ജീവിതം ലക്ഷ്യമറ്റതാണ്, അഥവാ അതിനൊരു ഭാഗധേയമില്ല എന്ന ചിന്ത മാറ്റുകയാണ് ഉത്കണ്ഠയെ മറികടക്കാനുള്ള മറ്റൊരു മാർഗമെന്ന് പാപ്പ പറയുന്നു. ദൈവം നമ്മെ കാത്തിരിക്കുന്നു. ദൈവം നമുക്കായി അമൂല്യമായ മനോഹരമായ സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ആ സ്വർഗവാസത്തെ നമുക്ക് മറക്കാതിരിക്കാം. ഇത് നമ്മുടെ കടന്നുപോക്കാണ്. നാം സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അനന്തമായ ജീവിതത്തിന്, എന്നേക്കുമായുള്ള ജീവിതത്തിന്, എന്നേക്കുമായി എന്നത് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും ആവില്ല. Per sempre è qualcosa che ora non riusciamo neppure a immaginare. സ്വർലോകരാജ്ഞിക്ക് ശേഷം എല്ലാ അമ്മമാർക്കും പാപ്പ പ്രത്യേകം അഭിവാദ്യം നേർന്നു. എല്ലാ അമ്മമാരെയും കൃതജ്ഞതയോടും സ്നേഹവായ്പോടും ഓർക്കുകയും സ്വർഗീയ മാതാവായ മറിയത്തിൻ്റെ സംരക്ഷണത്തിൽ അവരെ ഭരമേൽപ്പിക്കുകയുമാണ്. അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു പോവുകയും സ്വർഗത്തിൽ നിന്നും നമ്മെ അനുധാവനം ചെയ്യുകയും ചെയ്ത അമ്മമാരെക്കുറിച്ചും ഞാൻ ഓർക്കുന്നു. എല്ലാ അമ്മമാരെയും നമുക്ക് ഒരു നിമിഷം നിശബ്ദമായി ഓർക്കാം. അവർക്ക് വേണ്ടി പാപ്പ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. മുൻ ഞായറാഴ്ചകളിലെ പോലെ അവസാനിപ്പിക്കും മുൻപ് പരിശുദ്ധ പത്രോസിന്റെ ചതുരത്തിലേക്ക് നോക്കി പാപ്പ അനുഗ്രഹവർഷം ചൊരിഞ്ഞു.
ഈ സമയം എന്തായാലും കുറച്ചുപേർ അകലെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദൂരെയുള്ളവരുടെ ഒരുപാട് കഥകൾ നാം കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചുമരിന്റെ തൊട്ടപ്പുറത്തെ ചുമരും വാതിലും നാം ശ്രദ്ധിക്കാറുണ്ടോ? എൻ്റെ ഇടവകയിൽ, രൂപതയിൽ ഒരു അഭയാർത്ഥിക്ക് എങ്ങനെ സാന്ത്വനമരുളാം എന്ന് വിവരിക്കുന്ന ഡോക്യുമെന്റ്സ് വത്തിക്കാൻ പുറത്തുവിട്ടു. la sua riflessione. വത്തിക്കാൻ പ്രഥമ വിർച്വൽ പ്രസ് കോൺഫറൻസ് നടത്തി. ആഭ്യന്തരമായി സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിരിക്കുന്ന 5.1 കോടി മനുഷ്യരുടെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. വത്തിക്കാൻ വക്താവ് മത്തയോ ബ്രൂണി പറഞ്ഞു, Parliamo di sfollati interni. ഇന്ന് നാം സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട മനുഷ്യരിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. 2018 അവർ 4.1 കോടി മനുഷ്യരായിരുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള അഭയാർത്ഥി സംരക്ഷണ സംവിധാനങ്ങൾ അവർക്ക് അപ്രാപ്യമാണ്. പരിശുദ്ധ സിംഹാസനത്തിലെ കുടിയേറ്റ അഭയാർത്ഥി വിഭാഗം അണ്ടർ സെക്രട്ടറി ഫാബിയോ ബാഗിയോ പറയുന്നു, ഈ പ്രതിഭാസം വെളിച്ചത്തേക്ക് കൊണ്ടുവരികയും സഭയ്ക്ക് ഇവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് ചിന്തിക്കുകയും ഞങ്ങളുടെ ആവശ്യമാണ്. സംഘർഷമോ ഭൂമികുലുക്കമോ കാരണം വീടും നാടും വിട്ട് പോകേണ്ടി വരുന്നവരെ കുറിച്ച് ചിന്തിക്കൂ. 5.1 കോടി മനുഷ്യരുടെ സ്ഥിതിയാണിത്. സന്നിഗ്ധമായ സാഹചര്യങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന ക്യാമ്പുകളിൽ, താൽക്കാലിക ഷെൽട്ടറുകളിലോ ബാരക്കുകളിലോ ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഇല്ലാതെയാണവർ കഴിഞ്ഞുകൂടുന്നത്. കൊറോണ വൈറസിനെ നേരിടേണ്ടി വന്നപ്പോൾ അവർ അരക്ഷിതരും ഭയക്രാന്തരുമാണ്. അകലെ എങ്ങോ ഉള്ള മനുഷ്യരെക്കുറിച്ചല്ല നാം പറയുന്നത്, അടുത്തു വസിക്കുന്നവർ, ഒരുപക്ഷെ അയൽവീട്ടിൽ. എൻ്റെ ഇടവകയിൽ, എൻ്റെ രൂപതയിൽ എനിക്കെന്ത് ചെയ്യാനാകും? ഈ രംഗത്തുള്ളവർ ഈ രേഖയിൽ ആവശ്യമായ ഉത്തരം കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗവൺമെന്റുകളും സമൂഹവും ഈ ജനങ്ങൾക്ക് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് രേഖ നിർദ്ദേശിക്കുന്നു. അതിനും പുറമെ അവർക്ക് ഉറപ്പായ ആത്മീയ ശുശ്രൂഷ ലഭ്യമാക്കണം. കാരണം അത് അവരുടെ അടിസ്ഥാന ആവശ്യമാണ്. ഈ രേഖ വത്തിക്കാൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമ്മുടെ കാലത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന നാടകങ്ങൾ തീർച്ചയായും ഇത് വെളിച്ചത്തേക്ക് കൊണ്ടുവരും. എല്ലാവരും ഒരേ വള്ളത്തിലാണ്, ദുർബലരാണ്, ലക്ഷ്യമറ്റവരാണ്. പക്ഷേ എല്ലാവരും സുപ്രധാനരും. ഫ്രാൻസിസ് പാപ്പയുടെ ഈ വാക്കുകൾ മഹാമാരിയിൽ വിറങ്ങലിച്ചു നിന്ന ലോകത്തിന് വലിയ ആശ്വാസമായിരുന്നു. കൊറോണ വൈറസിനെതിരെയുള്ള മാനവരാശിയുടെ മരുന്ന് പോലെ തോന്നി അത്. ആ സന്ദേശം ഒരുപാട് മനുഷ്യർ നെഞ്ചേറ്റി. അവരത് തുറന്നു പറയുന്നു. ഇറ്റലിയിൽ മഹാമാരി കൊടുമ്പിരി കൊണ്ട അടിയന്തരാവസ്ഥയിൽ പാപ്പ മാനവരാശിക്ക് സുപ്രധാനമായ ഒരു സന്ദേശം നൽകി. നാം എല്ലാവരും ഒരേ വള്ളത്തിലാണ്. എല്ലാവരും ദുർബലരും ലക്ഷ്യമറ്റവരുമാണ്. എന്നാലും അതേസമയം പ്രധാനപ്പെട്ടവരും ആവശ്യം വേണ്ടവരുമാണ്. ഈ നിമിഷത്തിന്റെ ഏറ്റവും ഫലപ്രദമായ വിഭവം ഐക്യദാർഢ്യമാണ്. അതെന്തായാലും സമൃദ്ധമായി ഒഴുകി, കമ്പനികളിൽ മുതൽ വ്യക്തികളിൽ വരെ. മാഡ്രിഡിൽ ആർഭാട കാറുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഈ കമ്പനി ലോക്ക്ഡൌൺ കാലത്തെ അവരുടെ വരുമാനം മുഴുവൻ കാരിത്താസിന് സംഭാവന ചെയ്തു. വർഷം മുഴുവൻ വെനീസിൽ ഈ വഞ്ചി തുഴച്ചിലുകാർ വള്ളം കളി നടത്തുകയും വിനോദസഞ്ചാരികളെ വെനീസിലാകെ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. മഹാമാരി കാലത്ത് അവർ മുതിർന്നവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ വെള്ളവും സമയവും ഞങ്ങളുടെ ഊർജവും വീടുകളിൽ കഴിയുന്നവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്നേഹവും സന്നദ്ധ പ്രവർത്തനവും സംയോജിപ്പിച്ചു. ഇറ്റലിയിലാണ് വെനസ്വേലക്കാരിയായ മറിയ ജീവിക്കുന്നത്. അവളുടെ നാട്ടുകാരനായ 46-കാരൻ ലൊംബാർഡിയിൽ COVID-19 ബാധിച്ച് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിധവയെയും 2 കുഞ്ഞുങ്ങളെയും അവരുടെ സ്വന്തം വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. നദാലിയെ കാര്യമായി സഹായിക്കണം എന്ന് തോന്നി. അതിരാവിലെ 6 മണിക്ക് കാറെടുത്ത് അവരുടെ അടുത്തെത്തി നദാലിയെയും 2 മക്കളെയും ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ലോട്ടിയും ദസിറിയും ഇറ്റാലിയൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന 2 നഴ്സുമാരാണ്. ഷിഫ്റ്റിൽ ക്ഷീണിച്ച് തളർന്നപ്പോൾ അവൾ ആശുപത്രി ജീവനക്കാരെ ഉത്സാഹഭരിതരാക്കാൻ വേണ്ടി ഇമാജിൻ എന്ന ഗാനം ആലപിച്ചു. അവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൻ തരംഗമായി. പാപ്പയുടെ സന്ദേശം സ്വജീവിതത്തിൽ പകർത്തിയ ഇത്തരം കഥകൾ ഓരോ ആൾക്കും പറയാനുണ്ട്. നമുക്കെന്താണ് കുറവെന്നല്ല ചിന്തിക്കേണ്ടത്, എന്ത് നന്മ ചെയ്യാമെന്നാണ്.
ഇതെല്ലാം വേദനയോടോ ആവശ്യക്കാരനോടോ ഉള്ള പ്രതികരണമായി പൊന്തിവന്ന കൊച്ചു കഥകളാണ്. മാർച്ച് 27 മഴ പെയ്തു നിന്ന സായാഹ്നത്തിൽ ശൂന്യമായ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പാപ്പ നടത്തിയ അഭ്യർത്ഥന ജീവിതത്തിൽ സ്വായത്തമാക്കിയവർ. ആരും ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നില്ല. വേട്ടപ്പട്ടിയും ഇരയും ഒരേ മുറിയിൽ അടയ്ക്കപ്പെട്ട അപശകുനത്തിന്റെ നാളുകൾ കൂടിയായി ലോക്ക്ഡൌൺ മാറി. ആരോരും കേൾക്കാതെ അവരുടെ വിലാപങ്ങൾ കനത്ത മതിലുകൾക്കുള്ളിൽ അമർന്നു. ആ മനുഷ്യരിലേക്ക് ഭയപ്പെടരുത് എന്ന് ശബ്ദമുയർത്തി ഇറങ്ങുന്ന മനുഷ്യരെ നാം കാണണം. ഇറ്റലിയിലെ ലോക്ക്ഡൌണിന്റെ 2 മാസക്കാലം ഗാർഹിക ദുരുപയോഗം 64% വർദ്ധിച്ചു. ഇതിൽ 28% ആദ്യമായി ഇത്തരം പരാതി ഉന്നയിക്കുന്നവരുടേതാണ്. ദുരുപയോഗത്തിനെതിരെ വിമൻ ഓൺലൈൻ സംഘടനയായ DIRE റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ച് 2 മുതൽ ഏപ്രിൽ 5 വരെ തങ്ങളുടെ 80 ദുരുപയോഗ വിരുദ്ധ കേന്ദ്രങ്ങളിലേക്ക് 28% പുതിയ കോളുകൾ വന്നുവെന്നാണ്. അതിന്റെ പ്രസിഡന്റ് അന്റോണല്ല വെൽട്രി പറയുന്നു, ഓരോ സ്ത്രീയുടെയും കഥ ഒരു കഥ തന്നെയാണ്. ഞങ്ങൾക്ക് സാധാരണ അടിയന്തര കോളുകൾ വരാറില്ല. സ്ത്രീകൾ പതിവായി അവർ ജീവിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചും അക്രമ സന്ദർഭങ്ങളെക്കുറിച്ചുമാണ് ആവർത്തിച്ച് പറയാറുള്ളത്. ഞങ്ങൾ അവരെ സെന്ററിലേക്ക് വന്ന് സംസാരിക്കാൻ വിളിക്കും. ഒരിക്കൽ അവരെത്തിയാൽ അവർ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം സംഭരിക്കുകയും അക്രമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കണ്ടെത്തുകയും ചെയ്യും. സ്ത്രീകൾക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങളും അക്രമത്തിന് ഇരയാകുന്നു. 2013 മുതൽ 2019 വരെയുള്ള ഇറ്റാലിയൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുപ്രകാരം 90% ദുരുപയോഗവും വീടുകളിലാണ് സംഭവിച്ചത്. ക്വാറന്റൈൻ കാലത്ത് ഇത് എല്ലായിടത്തും വർദ്ധിച്ചു. എങ്ങനെ ജീവിതവും ബന്ധങ്ങളിൽ മാന്യതയും തിരിച്ചുപിടിക്കാമെന്ന് ഇരകളെ പഠിപ്പിക്കാനും അവർക്ക് സുരക്ഷാ ഭവനങ്ങൾ ഒരുക്കാനുമാണ് DIRE ശ്രമിക്കുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് സാമൂഹ്യ പ്രവർത്തകരുടെ ജോലി നിർണായകമാണ്. നാം ഇവിടെയാണ്, ഭയക്കരുത്, നാം ഇവിടെ തന്നെ തുടരും. ഓരോ സ്ഥലത്തും ഞങ്ങൾ ഫോണിലൂടെയാണ് ബന്ധപ്പെടുന്നത്. ഓരോ സെന്ററിലും അക്രമത്തിനെതിരെ വിളിക്കാൻ എമർജൻസി നമ്പറുണ്ട്. ഇങ്ങനെ റിമോട്ടായി ഫോണിലൂടെ ബന്ധപ്പെടുന്നതിനാൽ ഞങ്ങൾ സ്ത്രീകളോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് എന്നാണ്. റിമോട്ടായി അടുത്ത് തന്നെ. സുരക്ഷാ ഭവനങ്ങൾ ഉണ്ടെങ്കിലും പലരും ജീവൻ അപകടത്തിലാവുന്ന അഥവാ അവർ നിയന്ത്രിക്കപ്പെടുന്ന അന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെയിരിക്കുന്നു. അതുകൊണ്ടാണ് 77% ഇരകളും പ്രത്യാഘാതങ്ങൾ ഭയന്ന് ഒരിക്കലും ദുരുപയോഗം റിപ്പോർട്ട് ചെയ്യാത്തത്. അക്രമവും ദുരുപയോഗവും നടക്കുന്ന അതേ ഭവനത്തിൽ തന്നെയാണ് നിർബന്ധിത ലോക്ക്ഡൌൺ കാരണം അവർ കഴിയേണ്ടി വരുന്നത്. സ്ത്രീകളെ സഹായിക്കാൻ വിവിധ തന്ത്രങ്ങൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. മാലിന്യം പുറത്തു കളയാൻ എന്ന ഭാവത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ സെന്ററിലേക്ക് വിളിക്കുക, ഞങ്ങൾ ഇവിടെയുണ്ട്. അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനായി ഫാർമസിയിലേക്ക് പോയി അവിടെ നിന്ന് വിളിക്കുക, ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പ്രതികരിക്കും. അടച്ചിട്ട വാതിലിന് പിന്നിൽ, പ്രത്യേകിച്ച് ഈ കാലത്ത് ഇത്തരം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. DIRE പോലുള്ള സംഘടനകൾ സ്ത്രീകളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഇത് അനുഭവിക്കേണ്ട. മുറിവുണക്കലും ഭാവിയും പ്രത്യാശിച്ച് അക്രമങ്ങളില്ലാത്ത പരസ്പരം ബഹുമാനിക്കുന്ന ഒരു ഭാവിയുണ്ടാകും. ഈ 21-ാം നൂറ്റാണ്ടിൽ കലത്തിൽ വെള്ളമെടുത്തു വെക്കാൻ പോലും കഴിയാത്ത മനുഷ്യർ ജീവിക്കുന്ന മേഖലകളിൽ അവരോട് കൈ കഴുകി ശുചിത്വം പാലിക്കൂ എന്ന് പറയുന്നതിന് മാനവരാശി ഒന്നറയ്ക്കണം. ആമസോണിലെ മനുഷ്യർ കൊറോണ വൈറസിനെ കണ്ട് ഭയക്കുകയല്ല, ഞെട്ടിത്തെറിക്കുകയാണ്. മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തം അവിടെയുണ്ടാകുമോ എന്ന് ഭയക്കുകയാണ്. ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സ്വന്തം പാർപ്പിടങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട വെനിസുലയിൽ കോവിഡ് ദുരിതത്താൽ വലയുന്നവർക്ക് സഹായത്തിന്റെ സ്നേഹസാന്ത്വനവുമായി കാരിത്താസ് രംഗത്ത്. പലായനം ചെയ്യുന്ന ജനങ്ങളിൽ ഒരാൾ പോലും ഉപേക്ഷിക്കപ്പെടരുതെന്ന ബൃഹത് പദ്ധതിയാണ് കാരിത്താസ് നടപ്പാക്കുന്നത്. ഏറ്റവും ആവശ്യക്കാരായവർക്ക് ആഹാര സാധനങ്ങൾ എത്തിക്കുന്നതാണ് കാരിത്താസിന്റെ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്ന്. ഒല്ല കമ്മ്യൂണിറ്റോറിയ അഥവാ ഒറ്റക്കലം എന്നാണ് പദ്ധതിയുടെ പേര്. 2019 ഇങ്ങനെ 865 ഉദ്യമങ്ങൾ നടത്തി 87,291 പേർക്ക് കാരിത്താസ് ഭക്ഷണം എത്തിച്ചിരുന്നു. വെനിസുല കാരിത്താസ് ഡയറക്ടർ ജാനറ്റ് മർക്കോസ് പറയുന്നു, സമൂഹ ഭക്ഷണശാലകൾ ഒരുക്കാൻ ഈ അവസരത്തിൽ സാധ്യമല്ലാത്തതിനാൽ വീടുകളിൽ ജനങ്ങൾ ഭക്ഷണം പാകം ചെയ്ത് യുവാക്കളവ വീടാന്തരം വിതരണം ചെയ്യുന്നു.
അതുപോലെ ശുദ്ധീകരണ കിറ്റുകളും മാസ്കും ഗ്ലൗസും എത്തിക്കുകയും മരുന്നുകൾ നൽകുകയും മനഃശാസ്ത്ര കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുന്നു. കാരിത്താസിന്റെ 20,000 സന്നദ്ധ പ്രവർത്തകരാണ് സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും നഷ്ടപ്പെട്ടു കഴിയുന്ന വെനിസ്വലൻ ജനതയുടെ സഹായത്തിനുള്ളത്. പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സഹായിക്കാനായി കാരിത്താസ് വിവിധ പ്രദേശങ്ങളിലായി 6 ഓഫീസുകൾ തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സ്വന്തം രാജ്യം ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നത് 40 ലക്ഷം പേർക്കാണ്. ഈ മനുഷ്യ ദുരിതത്തെ നേരിടാൻ കാരിത്താസ് ഉയർത്തിയ ആപ്തവാക്യം ഹെൽപ്പ് അസ് ഹെൽപ്പ് എന്നാണ്. കൊറോണ വൈറസ് മഹാമാരി ലോകത്തെ പ്രധാന നഗരങ്ങളിലെ സ്ഥിതി രൂക്ഷമാക്കുമ്പോൾ ആമസോൺ മഴക്കാടുകളിലെ ഉൾനാടൻ പ്രദേശങ്ങൾ അതിൻ്റെ പ്രത്യാഘാതത്തെ ഭയക്കുകയാണ്. കൂട്ടമരണം ഭയക്കുന്ന തദ്ദേശ ഗോത്രജനതയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവിടെ സഭാ ഉദ്യമങ്ങൾ. പാൻ ആമസോൺ സഭാ ശൃംഖലകളുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി മൗറീഷ്യോ ലോപ്പസ് പറയുന്നു, ഈ ജനതയുടെ നിത്യാനുഭവങ്ങൾ അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും നടക്കുന്ന കാര്യങ്ങൾ പുതിയ മാർഗങ്ങൾ അവലംബിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിലവിലുള്ള മാർഗങ്ങൾ മാറ്റാനല്ല സിനഡ് നിർദ്ദേശിച്ചത്, പുതിയവ കണ്ടെത്താനാണ്. അങ്ങനെ സഭയുടെ ഉറച്ച സാന്നിധ്യമുണ്ടാക്കാനും. ആമസോൺ രാജ്യങ്ങളായ ഇക്വഡോർ, വെനിസ്വല, ബ്രസീൽ എന്നിവിടങ്ങളിൽ ഇതിനകം കൊറോണ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇക്വഡോറിലാണ് ഏറ്റവും ഏറെ ദുരിതങ്ങളുണ്ടായത്. ബ്രസീലിലെ മനോസിൽ കൊറോണ വൈറസ് ഇരകളെ സംസ്കരിക്കാനുണ്ടാക്കിയ സമൂഹ ശവക്കുഴികൾ ഹൃദയഭേദകമായിരുന്നു. ഗോത്രജനതയുടെ പട്ടണങ്ങളിൽ ജനങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള കഴിവും ചികിത്സയ്ക്കാവശ്യമായ സംവിധാനങ്ങളും കുറവായതിനാൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഈ സമൂഹങ്ങളുമായി ബന്ധമുണ്ടായതുപോലും ഈ അടുത്ത കാലത്താണ്. അതിനാൽ ഇത്തരം രോഗവ്യാപനങ്ങൾ അവരെ വേഗം മുറിവേൽപ്പിക്കാം. അവർക്ക് ശുശ്രൂഷാ സൗകര്യങ്ങളും അനുധാവനവും ഇല്ലെന്ന് തന്നെ പറയാം. ഈ 21-ാം നൂറ്റാണ്ടിലും പാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ജനങ്ങളാണ് ഇവിടെയുള്ളത്. അതിനാൽ കൊറോണ വൈറസ് കൂടുതൽ വ്യാപിക്കുന്നത് തടയാൻ വേണ്ട ശുചിത്വ നിബന്ധനകൾ പാലിക്കാനും അവർക്ക് കഴിയുന്നില്ല. ഇവിടെ കൂട്ടക്കുരുതി നടക്കാൻ സാധ്യതയുണ്ട്. ആമസോൺ രാജ്യങ്ങളിൽ നിന്നാണ് വിഭവ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അസമത്വം ഈ മേഖലയുടെ ദുർബലത വർദ്ധിപ്പിക്കുന്നു, എളുപ്പം മുറിവേൽക്കാവുന്ന ഇടമായി മാറുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തോ സിയിൽ പറഞ്ഞിരുന്നു, പരിസ്ഥിതി സംരക്ഷണത്തിന് ദൂരക്കാഴ്ച ആവശ്യമുണ്ട്. കാരണം പെട്ടെന്നും എളുപ്പത്തിലും ലാഭമുണ്ടാക്കാൻ നോക്കുന്നവർക്ക് അതിന്റെ സംരക്ഷണത്തിൽ താല്പര്യമുണ്ടാവില്ല. ഈ മഹാമാരി പരിസ്ഥിതിയുടെ തകർച്ച മൂലം സംഭവിക്കുന്നു എന്നല്ല, മഹാമാരി കൂടുതൽ ശക്തമായി അതുമൂലം ആഞ്ഞടിക്കുന്നു എന്നാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ പകർച്ചവ്യാധി മഹാമാരിയായി വളരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാമാരി കാലത്ത് നൽകിയ അസാധാരണ അനുഗ്രഹവും സന്തുലിതാവസ്ഥയും ഒത്തുചേർന്ന് പോകുന്നവയാണ്. ആരോഗ്യ അടിയന്തരാവസ്ഥ നാം വിധി കൽപ്പിക്കേണ്ട നിമിഷമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. എന്താണ് നിലനിൽക്കേണ്ടത്, എന്താണ് കടന്നു പോകുന്നത്, എന്താണ് ആവശ്യമുള്ളത്, എന്താണ് വേണ്ടാത്തത് എന്ന് തീർപ്പാക്കേണ്ട നിമിഷം. കരോൾ വോയ്റ്റീവ എന്ന തെളിനക്ഷത്രം ഈ ഭൂമിക്ക് മേലെ 100 വർഷം പ്രകാശം ചൊരിഞ്ഞു. പ്രിയപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പയെക്കുറിച്ച് അതിമനോഹരമായ ഒരു ഡോക്യുമെന്ററി കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു, ആരും കണ്ടിട്ടില്ലാത്ത ദൃശ്യങ്ങളുമായി. വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ജനശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പാപ്പയെക്കുറിച്ചുള്ള അപൂർവമായ ദൃശ്യങ്ങളും ഫോട്ടോകളും രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡോക്യുമെന്ററി. ഇത് ഓൺലൈനിൽ പ്രീമിയർ ചെയ്യും. സ്പാനിഷ് പത്രപ്രവർത്തകനും രചയിതാവുമായ ജോസ് മരിയ സവാലയാണ് ഇതിൻ്റെ സംവിധായകൻ. വോയ്താല ലാ ഇൻവെസ്റ്റിഗേസിയോൺ എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ ഒപ്പം ജീപ്പിലുണ്ടായിരുന്നു. പാപ്പയുടെ 3/4 പങ്ക് രക്തവും നഷ്ടപ്പെട്ടിരുന്നു, സംവിധായകൻ പറയുന്നു. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത രേഖകളും ഫോട്ടോകളും ഫൂട്ടേജുകളും ഇതിലുണ്ട്. പാപ്പയെ വിഷം കൊടുത്ത് വധിക്കാനും അങ്ങനെ പരമാചാര്യകാലം അവസാനിപ്പിക്കാനും ശ്രമം നടന്നുവെന്ന അമ്പരിപ്പിക്കുന്ന രേഖയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരോൾ വൈത്താലയുടെ ജീവിതത്തിൽ നിന്നും ഇതിനകം ജനശ്രദ്ധയാകർഷിച്ചിട്ടുള്ള സംഭവങ്ങൾ വിട്ട് കാഴ്ചക്കാരെ അതിശയിപ്പിക്കുന്ന മറ്റു വിവരണങ്ങളിലേക്ക് ശ്രദ്ധയൂന്നാനാണ്
ഡോക്യുമെൻ്ററി ശ്രമിക്കുന്നത്. Que la película tiene también un... മരണത്തിന് ശേഷവും പാപ്പ എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നതെന്നും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥത്തിലൂടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗശാന്തിയുടെയും പരിവർത്തനങ്ങളുടെയും പ്രസിദ്ധീകരിക്കപ്പെടാത്ത സാക്ഷ്യങ്ങളും ഇതിൽ അവതരിപ്പിക്കുന്നു. സമകാലത്തിൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥനായി എങ്ങനെയാണ് വിശുദ്ധൻ മാറിയതെന്ന വിവരണവും. പാപ്പ ഗർഭഛിദ്രത്തിനെതിരെ ജീവന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ ഡോക്യുമെൻ്ററിയുടെ ഭാഗമാണ്. എങ്ങനെയാണ് കുടുംബങ്ങളുടെ പ്രത്യാശയുടെ മാർപ്പാപ്പയായി ജോൺ പോൾ രണ്ടാമൻ മാറിയതെന്ന് ഡോക്യുമെൻ്ററി വിവരിക്കുന്നു. യൂറോപ്യൻ ഡ്രീംസ് ഫാക്ടറി വെബ്സൈറ്റിൽ ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി ദർശിക്കാനാവും. ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് മഹാമാരി നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നതോടെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനാകുമെന്നാണ് നിർമ്മാതാക്കളുടെ പ്രതീക്ഷ. ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അഭിലഷിക്കാവുന്ന ആകാശമുട്ടയുള്ള സ്വപ്നങ്ങളുണ്ട്. ആകാശത്തിന് പരിധിയില്ല. അത് കണ്ടുപിടിക്കാൻ നോക്കുകയാണ് ഒരു പറ്റം സെമിനാരി വിദ്യാർത്ഥികൾ തങ്ങളുടെ പുതിയ വെബ്സൈറ്റിലൂടെ. കൊറോണ വൈറസ് മഹാമാരി ദേവാലയങ്ങളിലെ ദിവ്യബലി ആരാധനകൾ റദ്ദു ചെയ്യാൻ കാരണമായതോടെ അത് ഓൺലൈൻ പങ്കാളിത്തമായി മാറി. മാർപ്പാപ്പയോ ഇടവക വികാരിയോ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് കാണാവുന്ന സൗകര്യമായി. ഓരോ ആളുടെയും സമയ സൗകര്യമനുസരിച്ച് misenCasa.com ഇത് തിരഞ്ഞെടുക്കാം. സെമിനാരി വിദ്യാർത്ഥികളാണ് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. സെമിനാരിയൻ ആൽവറോ സെറാനോ പറയുന്നു, അഥവാ എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ട്, വൈകിട്ട് പഠിക്കാനും പ്രാർത്ഥിക്കാനുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് ദിവ്യബലി ഉണ്ടാവുക? വൈകിട്ട് 7 മണിക്ക് എവിടെ കുർബാനയുണ്ടാകും? അപ്പോൾ ഞാൻ ആ ഓപ്ഷനിൽ നോക്കി അടുത്തുള്ള 2-3 ഇടവകകൾ കണ്ടുപിടിക്കുന്നു. ആദ്യം ഇത് മുതിർന്നവർക്ക് സേവനത്തിനായി ആരംഭിച്ചതാണ്. കാരണം അവർക്ക് അധിക നേരം ഫേസ്ബുക്ക് അക്കൗണ്ടിലോ യൂട്യൂബിലോ തിരയാനാവില്ലല്ലോ. മിസെൻകാസ സൈറ്റ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. വെബ് പേജിൽ കയറിയാൽ വിവിധ ഇടവകകൾ കാണാം. എവിടെയൊക്കെ കുർബാനയുണ്ടെന്ന എല്ലാ വിവരവും സൈറ്റിൽ ലഭ്യമാണ്. അതിനു പുറമെ ആരാധന, ധ്യാനം, വേദോപദേശം, വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള വെർച്വൽ സഞ്ചാരം എന്നിവയും സാധ്യമാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം ജനങ്ങൾക്ക് കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധ്യമാക്കുക എന്നാണ്. പക്ഷേ ഞങ്ങൾ അവിടെ നിർത്തിയില്ല. ഇത് വൈദികർക്ക് സുവിശേഷവൽക്കരണത്തിനുള്ള ഒരു ഉപകരണമായി കൂടി മാറ്റി. ഒരുപാട് വൈദികർ ഇപ്പോൾ എഴുതി ചോദിക്കുന്നുണ്ട്, ഹേയ് ആൽവറോ, ഞങ്ങളുടെ കുർബാന 500 പേർ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ പട്ടണത്തിൽ വെറും 50 പേരേയുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതാണ് കർത്താവിൻ്റെ ധന്യത. അവനെപ്പോഴും കാര്യങ്ങളെ 10, 100, 1000 എന്ന കണക്കിലാണ് ഇരട്ടിപ്പിക്കുക. ലോഞ്ച് ചെയ്ത 1 മാസത്തിനുള്ളിൽ ദിവ്യാരാധന കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ റോബർട്ട് സാറ misenCasa.com അഭിനന്ദിച്ചു. അതെന്തായാലും ഒരു പ്രചോദനമായി. മുന്നോട്ടു പോകാനും ആകാശമാണ് അതിരെന്ന് ചിന്തിക്കാനും. നാം എപ്പോഴും മേലോട്ട് നോക്കണം, വശങ്ങളിലേക്കല്ല. വശങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ പൊക്കം വരെ കാണാനാവൂ, കൂടുതൽ അഭിലഷിക്കാനാവില്ല. മേലോട്ട് നോക്കിയാൽ പരമാവധിയിലേക്ക് നമുക്ക് ഉന്നം വയ്ക്കാം. വിഷമമേറിയ ഈ ഘട്ടത്തിൽ ജനങ്ങളെ ആത്മീയമായി അനുധാവനം ചെയ്യാനാണ് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടാക്കിയത്. ഇംഗ്ലീഷിൽ ഇതുപോലൊരു സേവനമുണ്ട്, massonline.org. റോമായുടെ പ്രൗഢഗംഭീരമായ നഗരത്തിനു കീഴെ ഇപ്പോഴും ചരിത്രത്തിന്റെ സ്മാരകങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു. ഒരു ഓവുചാൽ വൃത്തിയാക്കുന്നതിനിടെ 2-ാം നൂറ്റാണ്ടിലെ അവശിഷ്ടങ്ങൾ പുറത്തു വന്നത് വീണ്ടും നഗരത്തിന് കൗതുകമായി. പുരാതന നഗരമായ റോമായിൽ അഴുക്കുചാൽ വൃത്തിയാക്കുമ്പോൾ 2-ാം നൂറ്റാണ്ടിലെ സ്മാരകങ്ങൾ കണ്ടെത്തി. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ വഴിയാത്രക്കാർ അത്ഭുതം കൂറി ഇവ നോക്കി നിന്നു. പന്തയോണിന് മുന്നിലെ പുരാതന ചതുരത്തിലാണ് ഇവ മൂടിക്കിടന്നിരുന്നത്. ആർക്കിയോളജിസ്റ്റ് ഫാബിയോ തുർച്ചത്ത പറയുന്നു, ഹദ്രിയൻ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളാണ് ഈ കണ്ടത്. മുമ്പ് ഇതിന്റെ കുറെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. 90കളിൽ ഈ ചത്തുരം പുനർനിർമ്മിച്ചപ്പോഴാണ് ഇവിടെ നിന്നും പഴയ വസ്തുക്കൾ കണ്ടത്. ഇവിടുത്തെ ചില സ്ലാബുകൾ ഹദ്രിയാൻ ഭരണകാലത്തുണ്ടായിരുന്ന അതേ സ്ഥലങ്ങളിൽ തന്നെയാണിപ്പോഴും കിടക്കുന്നത്. പന്തയോൺ ചത്തുരം അന്നത്തേതിൽ നിന്നും ഇത്തിരി താഴ്ന്നിട്ടാണ്. ക്ഷേത്രവും അല്പം താഴ്ന്നിട്ടുമുണ്ട്. നൂറ്റാണ്ടുകൾ കൊണ്ട് റോമ വളർന്നപ്പോഴുണ്ടായ മാറ്റമാണിത്. രാജകീയ റോമ
പിന്നീട് മധ്യകാല റോമായായും തുടർന്ന് നവോത്ഥാന റോമായുമായി മാറി. ക്ഷേത്രം പിൻകാലത്ത് ഒരു ദേവാലയമായി പരിവർത്തനം ചെയ്തു. ഇപ്പോഴും അത് അങ്ങനെ തുടരുന്നു. റോമാ സ്മാരകങ്ങളിൽ ഏറ്റവും നന്നായി സംരക്ഷിച്ചിട്ടുള്ളവയിൽ ഒന്നാണിത്. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ചില വസ്തുക്കൾ പോലും ചരിത്ര കാലഗതി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രാധാന്യമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പൂർവികരുടെ പാത്രങ്ങൾ നോക്കി ആ സിറാമിക്സിൽ നിന്നും നമുക്കത് ഏത് കാലഘട്ടത്തിൻ്റെതാണെന്ന് കണ്ടെത്താൻ കഴിയും. ഓവുചാലുകളുടെ അറ്റകുറ്റപ്പണി കഴിയുന്നതോടെ 2-ാം നൂറ്റാണ്ടിൻ്റെ സ്മാരകങ്ങൾ വീണ്ടും മണ്ണിലടിയിലാകുമെങ്കിലും തുർച്ചത്ത അതുവഴി കടന്നുപോകുന്നവരോട് പറയുന്നു, നിങ്ങൾക്ക് പന്തയോൺ കാണണമെങ്കിൽ ഇപ്പോൾ നോക്കിക്കൊള്ളൂ. ആകാശത്തു നിന്നും ഞാൻ നിങ്ങളെ ആശ്ലേഷിക്കട്ടെ എന്നൊരു ശബ്ദം. ക്രിസ്തു സൈനികരായ ഒരു സംഘം സന്യാസികൾ കോർത്തിണക്കിയ ഒരു സംഗീതമാണിത്. ലീജനറീസ് ഓഫ് ക്രൈസ്റ്റിന്റെ പുതിയ ഗാനം ഐ വിൽ ഹഗ് യു ഇംഗ്ലീഷിലാണ്. അതിമനോഹരമായ സംഗീതം. കർത്താവിന്റെ ഭടന്മാർ അഥവാ ലീജിയണറീസ് ഓഫ് ക്രൈസ്റ്റ് കൊറോണ വൈറസ് ലോക്ക്ഡൌൺ കാലത്ത് സന്തോഷം പകരാൻ പുതിയ ഗാനമൊരുക്കി. ഞാൻ നിങ്ങളെ ആലിംഗനം ചെയ്യുമെന്ന ഈ ഗാനം ദൈവത്തിന്റെ ശബ്ദം പോലെയാണ്. ഗാനം രൂപപ്പെടുത്തിയ എഡ്വാർഡോ ഗോൺസാലസ് പറയുന്നു, കഷ്ടതകൾക്കിടയിലും നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഒരു സമൂഹമെന്ന നിലയിൽ നാം ജനങ്ങളിൽ പ്രത്യാശ പകരേണ്ടവരാണ്. വെളിച്ചം പകരാൻ നമ്മുടേതായ ഒരു കുഞ്ഞു സംഭാവന. ദേവാലയങ്ങൾ ശൂന്യമായി അടഞ്ഞുകിടക്കുമ്പോൾ വിശ്വാസികൾക്കിടയിൽ ക്രിസ്തുവിന്റെ ആനന്ദം പ്രസരിപ്പിക്കാനാണ് ഇങ്ങനെയൊരു ഗാനം ഒരുക്കൂട്ടിയത്. സർഗാത്മകമാവുക എന്ന പാപ്പയുടെ ഉപദേശം അവർ ഏറ്റെടുക്കുകയായിരുന്നു. സർഗാത്മകമായിരിക്കാൻ നാം അടുത്താകണം. പ്രയാസങ്ങൾക്കിടയിലും സന്തോഷം വിതയ്ക്കണം. വിചിത്രമായ ഒരു സന്ദർഭമാണിത്. ഇതെല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. വിശ്വാസവും പ്രത്യാശയും നിലനിർത്താൻ നാം വഴികൾ കണ്ടെത്തിയേ പറ്റൂ. ജനങ്ങൾക്കിപ്പോൾ സമയമുള്ളതുകൊണ്ട് അവർ സ്വന്തം നൈപുണ്യവും ദാനങ്ങളും ഒന്നുകൂടി തേച്ചു മിനുക്കിയെടുക്കാൻ, അങ്ങനെ കലയും സംഗീതവും സന്നദ്ധ പ്രവർത്തനവും നടത്താൻ കഴിയും. അതുമാത്രമല്ല, നിങ്ങൾക്ക് കഴിയുന്നത് മറ്റൊരാൾക്കും കഴിയില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളിൽ നിന്നും പുറത്തേക്ക് വരികയും അത് ഏറ്റവും ആവശ്യമുള്ളവരെ കണ്ടെത്തുകയും വേണം. ഉപവിയിൽ ജീവിക്കാൻ നിങ്ങൾ സർഗാത്മകമാകണം. ഈ മഹാമാരി കാലത്ത് വിശ്വാസവും പ്രത്യാശയും ലോകത്തിന് സമ്മാനിക്കാൻ സംഗീതം ആയുധമാക്കുമെന്നാണ് ഈ ക്രിസ്തുഭടന്മാരുടെ പ്രതിജ്ഞ. വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.